ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പുതുനഗരം ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിന്റെ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് കൊട്ടിക്കലാശം അവസാനിച്ചു, അതായത് പരസ്യ പ്രചരണം അവസാനിച്ചു, കൊട്ടിക്കലാശം ഉണ്ടായിരുന്നു, അതും അവസാനിച്ചു. അപ്പൊ ഇന്ന് എല്ലാ പാർട്ടികളുടെ അവിടെ മത്സരിക്കുന്ന പ്രമുഖരായ മൂന്ന് പാർട്ടിയുടെയും UDF-ന്റെയും LDF-ന്റെയും SDPയുടെയും പരസ്യ പ്രചരണങ്ങൾ അവസാനിക്കുന്നുണ്ടായിരുന്നു. UDF രമ്യ ഹരിദാസിനെ, മുൻ MP, ഇപ്പൊ ഇലക്ഷന് പരാജയപ്പെട്ട രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നു. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് കിടക്കുന്ന റോഡിലൂടെ രമ്യ ഹരിദാസ് പ്രചരണത്തിന് ഇറങ്ങി വന്നു. അതുപോലെ തന്നെ CPM-കാര് MLA-നെ കൊണ്ടുവന്നു. MLA-യും ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ പ്രചരണത്തിന് വന്നു. SDPക്കാര് അവിടെ നടക്കാൻ പോകുന്ന വികസനം പറഞ്ഞു വിട്ടുപിടിച്ചു. ഇതായിരുന്നു അവിടുത്തെ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഈ കോറിയിൽ നിന്നുള്ള വേസ്റ്റുകൾ അല്ലെങ്കിൽ കോറിയിൽ നിന്നുള്ള മണ്ണും കല്ലും ഒക്കെ കൂടെ കൊണ്ടുവന്ന് അവിടെ പല സ്ഥലങ്ങളിലും വെള്ളം കയറി കിടക്കുന്നതും കുഴികളും ഒക്കെ അടയ്ക്കുന്ന ഒരു പരിപാടി ലീഗിന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സ്ഥാനാർത്ഥി തന്നെ ഇവിടുത്തെ ചില ഗ്രൂപ്പുകളിൽ അത് പ്രചരിപ്പിക്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മുസ്ലിം ലീഗുകാര് ഇപ്പൊ ചെയ്യുന്ന, അവര് വിജയിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് അവർ വിജയിച്ചിട്ട് ഇപ്പൊ ചെയ്തത് ഇലക്ഷൻ വിജ്ഞാപനത്തിനെതിരാണ്. ഇലക്ഷൻ പ്രക്രിയ നടക്കുമ്പോൾ ഒരു രീതിയിലുള്ള പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല എന്നാണ് നിയമം. അതിനെ അട്ടിമറിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കാണിക്കുകയാണ്. അതോ ഇപ്പൊ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വോട്ട് പിടിക്കുക. ഇത്രയും വർഷങ്ങളായിട്ട് അവർ ജയിക്കുന്നു. ഇത്രയും ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ലീഗുകാരാണ്. അവിടുത്തെ വിവിധ വകുപ്പുകൾ ലീഗിന്റെ കയ്യിലാണ്. ഒന്നും ചെയ്യുന്നില്ല. ഒരു MP കഴിഞ്ഞ വട്ടം ഇപ്പൊ തോറ്റെങ്കിലും അത് മുമ്പുള്ള MP രമ്യ ഹരിദാസ് അവിടെ ആകെ എന്തോ ഒരു ഹൈമാസ് ലൈറ്റ് എന്തോ ഇട്ടതിന്റെ അപ്പുറത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ വാർഡിലോട്ടെന്നാണ് വാർഡിലെ ജനങ്ങൾ പറയുന്നത്. എന്നിട്ടിപ്പോ വന്നിട്ട് വോട്ട് ചോദിക്കുകയാണ്. എന്ത് അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയത്. പൊട്ടിപ്പൊലിഞ്ഞ റോഡിലൂടെ 5 വർഷം MP ആയിരുന്നിട്ടുള്ള ആള് വരുന്നു. ഇപ്പൊ MLA ആയിട്ടുള്ള ആള് ബാബുവേട്ടൻ പൊട്ടിപ്പൊലിഞ്ഞ റോഡിലൂടെ കയറി വരുന്നു. എന്നിട്ട് പറയാണ് MLA ഞങ്ങളുടെ ആളാണ്. CPM-കാര് പറഞ്ഞു MLA ഞങ്ങളുടെ ആളാണ്, ജില്ലാ പഞ്ചായത്ത് ഞങ്ങളുടെ കയ്യിലാണ്, ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ കയ്യിലാണ്, നമുക്ക് നല്ല ശരിയാക്കണം, ഞങ്ങൾ ജയിച്ചാലേ പറ്റത്തുള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ വാർഡാണത്. ഇല്ല, ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ വാർഡാണ് അവിടെ. റോഡ് പൊട്ടിപ്പൊലിഞ്ഞ് കിടക്കുക. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഇവിടെ മെമ്പർ ആയാൽ ഇതൊക്കെ ചെയ്തു തരാമെന്ന്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. ലീഗുകാരും ചെയ്തതല്ലേ, ലീഗുകാരും ചെയ്തത് അത് തന്നെയല്ലേ. എന്നാലോചിച്ച് നോക്കിയേ, വർഷങ്ങളായിട്ടൊന്നും ചെയ്യാതെ ഇലക്ഷൻ ആയപ്പോ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ കുറെ പാറപ്പൊടിയും മണ്ണും മിറ്റിലും ഒക്കെ കൊണ്ടുവന്ന് അങ്ങ് ഇടുകയാണ്. ഇത് പ്രഹസനമാണ് സജി നിങ്ങൾ ഈ കാണിക്കുന്നത്, പ്രഹസനമാണ്. അപ്പൊ ഇത് കൊട്ടിക്കലാശത്തിലേക്ക് വന്നാൽ, കൊട്ടിക്കലാശത്തില് മുസ്ലിം ലീഗുകാർ രമ്യ ഹരിദാസിനെയൊക്കെ ഇറക്കി അവിടുത്തെ ലീഗിന്റെ ഒരു നേതാവിന്റെ പ്രസംഗം ഞാൻ ഇങ്ങനെ കേട്ടു. ഞങ്ങളിവിടെ UDF മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്, ഇടതുപക്ഷം മത്സരിക്കുന്നുണ്ട്, ഇതല്ലാതെ മൂന്നാമത് മറ്റു ചിലർ കൂടി മത്സരിക്കുന്നു. അതെന്തുവാ മറ്റു ചിലര്? എന്താ മറ്റേ SDP എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ ഭയമാണോ? എന്താ നിങ്ങൾ പേടിച്ചു പോയോ? അവിടെ കഴിഞ്ഞ ഇലക്ഷൻ 80 വോട്ടുകൾ മാത്രം നേടിയിട്ടുള്ള ഒരു പ്രസ്ഥാനം ഈ ഇത്തവണ ഒരു എന്താ പറയുക 5 വർഷം ആവുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 4.5 വർഷം കഴിഞ്ഞിട്ട് അവര് ജയിക്കുമെന്നുള്ള ഭയം മുസ്ലിം ലീഗിനെ വേട്ടയാടുന്നുണ്ടോ? അങ്ങനെ വേട്ടയാടുന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗ് ഒരു വികസനവും ചെയ്യാത്തത് കൊണ്ടാണ് SDPക്ക് വേണ്ടി ജനങ്ങൾ SDPയെ സ്വീകരിക്കുന്നത് എന്നുള്ളത് പേടി, അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം മുസ്ലിം ലീഗുകാരനെ അലട്ടുന്നത് കൊണ്ടാണോ മുസ്ലിം ലീഗുകാർക്ക് SDP എന്ന് പറയുന്ന പേര് പറയാൻ ഭയക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു പോവുകയാണ്. ഇത് കേൾക്കുന്ന ലീഗുകാര് മറുപടി തരണം. എനിക്ക് അത്ര മറുപടി തരണം, ലീഗുകാർ മറുപടി തരണം. കാരണം വർഷങ്ങളായിട്ട് നിങ്ങൾ ഒരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെച്ചിട്ടില്ല. CPM-കാരും ചെയ്തിട്ടില്ല. അവിടെ SDPക്കാര് അവരുടെ തത്തമംഗലത്തുള്ള അവരുടെ മെമ്പറും അല്ലെങ്കിൽ പൂനാരത്തിന്റെ തന്നെ മറ്റൊരു വാർഡിലുള്ള മെമ്പറും കാണിച്ച വികസനങ്ങൾ കാണിച്ചോട്ട് ചോദിക്കുമ്പോൾ, ഒരു വികസനവും നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ പേര് പറയാൻ മുസ്ലിം ലീഗുകാരാ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കുപ്പായം അയച്ചു വെക്കണം. അല്ലാതെ നിങ്ങൾ ഒരു വികസനവും നിങ്ങൾക്ക് അവിടെ പറയാനില്ല. നിങ്ങൾക്ക് ഒരു വികസനവും പറയാനില്ല. രക്തത്തിൽ എപ്പോഴോ പച്ച കലർന്നു പോയതിന്റെ പേരിൽ മാത്രം നിങ്ങൾ കോണിക്ക് കുത്തുന്നുണ്ടെങ്കിൽ ഇന്നല്ല നാളെയല്ല ഈ ജന്മത്താവകടിൽ വികസനം എന്ന് പറയുന്ന ഒരു സാധനം വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചോളൂ. കാരണം ഇന്നും നിങ്ങൾ വോട്ട് ചോദിച്ച് നടന്ന റോഡുകൾ തകർന്നിരിക്കുന്നത് നിങ്ങളുടെ കണ്ണിന് കാണുന്നില്ലേ?
CPM-കാരന്റെ നേതാക്കന്മാർ MLA ഉൾപ്പെടെയുള്ളവർ അവിടെ വന്നിട്ട് ആ തകർന്ന റോഡിലൂടെ അല്ലേ നിങ്ങൾ നടന്നു പോയി വോട്ട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ശരിയാക്കാമായിരുന്നു. MLA ഉണ്ടായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന് MP ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ UDF-ന് MP ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന് മെമ്പർ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. ഇതൊന്നും ചെയ്യാതെ, ഒരു വികസനവും ചെയ്യാതെ, ഇപ്പൊ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടാൻ കുറച്ച് മണ്ണ് വാറപ്പൊടി അവിടെ ഇവിടെയൊക്കെ നിരത്തിയുള്ള പ്രഹസനം ഉണ്ടല്ലോ, ഇതിന് 2 ദിവസം കഴിയുമ്പോൾ ജനങ്ങള് വിധി എഴുതും. അന്നേരം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഈ പരാജയം ജനങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾക്ക് തരും. അത് ഉറപ്പാണ് എന്ന് പറയുകയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ. ഈ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. പുതുതായിട്ടുള്ള കുറച്ച് വിഷ്വൽസ് ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ കുട്ടിക്കലാശന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. തീർക്കാനുള്ള ഹൈമാസ് ലീഗ് സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ മനസ്സിന്റെ അംഗീകാരം കന്നഡ അടയാളത്തിൽ രേഖപ്പെടുത്തി നമ്മുടെ നാടിന്റെ പൊന്നോമന പുത്രി ശ്രീമതി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDP-യുടെ സാരഥിയായി പുതുനഗരം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ നിന്നും ജനവിധി തേടുകയാണ്. ശോചനീയമായ മീൻ മാർക്കറ്റിന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാനും റോഡുകളുടെ ശോചനീയ